ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന കുറേ അധികം സൈനുകളുണ്ട്. ഏകദേശം ഒരു 4 സൈനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സൈനായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, പ്രസൻസ് ആണ്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ആകും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡും വൈഫും ആണ്, നിങ്ങളിപ്പോൾ ജോലിയുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് കുറച്ച് മാറിയിരിക്കുകയാണ് താമസിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പോൾ വൈഫിൻ്റെയും അല്ലെങ്കിൽ വൈഫിനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെയും പ്രസൻസ് എപ്പോഴും ഫീൽ ആകുന്നുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പെർഫ്യൂമോ അല്ലെങ്കിൽ പൗഡറോ അതൊക്കെ ഒരു സ്മെല്ലായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും. അപ്പോഴൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഓർക്കുകയും ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ആകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട്, അതായത് ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു സൈനാണ്, വേറെ ഒന്നുമല്ല. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് തുമ്മലാണ്. അതായത് സാധാരണ നമ്മളിപ്പം മഴ നനയുകയോ അല്ലെങ്കിൽ ഇപ്പം പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിലായിരിക്കുമല്ലോ എപ്പോഴും ഇങ്ങനെ തുമ്മുക. ഇത് ഒരു കാര്യമില്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തുമ്മാൻ വേണ്ടിയിട്ട് തോന്നും. നിങ്ങൾ പൊടി അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് എപ്പോഴും തുമ്മാനൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ തുമ്മൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി എവിടെയോ ഇരുന്നിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈന്. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും എപ്പോഴും ഫീൽ ആകുന്ന ഒരു സൈൻ കൂടിയാണ്, വേറെ ഒന്നുമല്ല, ഡ്രീമാണ്, സ്വപ്നം. അതായത് നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ എന്നും ഒരു വ്യക്തിനെ തന്നെ കാണുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നമ്മളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഓർക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ വിളിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല കുറേ നാളുകളായിട്ട്. എന്നിരുന്നാലും ഡെയിലി നമ്മുടെ സ്വപ്നത്തിൽ ആ ഒരു വ്യക്തി വരികയാണ്. എന്നും നിങ്ങൾ ആ ഒരു വ്യക്തിനെ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്താണ് കണ്ടതെന്ന്. ആ ഒരു വ്യക്തിനെ കണ്ടു എന്നറിയാം, പക്ഷേ ആ ഒരു സ്വപ്നത്തിൻ്റെ ബാക്കിയൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങൾ എന്നും സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ഡൗട്ടും കൂടിയായിരുന്നേ. ഡെയിലി ഒരു വ്യക്തിനെ തന്നെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, അതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെയായിരുന്നു ആ ഒരു കമൻറ്റ്. ഒരു പ്രശ്നമല്ല, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്നും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിനെ എന്നും സ്വപ്നത്തിൽ കാണുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ചെവി ചൂടാവുക. അതായത് നിങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ വെറുതെ നിങ്ങൾ രണ്ട് ചെവിയും ചുട്ടുപഴുക്കുന്നതായിട്ട് തോന്നും. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ചെവി വെള്ളവും കുരു ഒഴിച്ചാലോ അല്ലെങ്കിൽ ഇച്ചിരി ഐസൊക്കെ വെച്ചാലോ നിങ്ങൾ തന്നെ വിചാരിക്കും. കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫീലാണ് തോന്നുക ആ ഒരു ടൈമിൽ. അതുപോലെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെവിക്ക്, രണ്ട് ചെവിക്കും ഭയങ്കരമായിട്ട് ചൂട്, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് എപ്പോഴേലുമൊക്കെ ഇങ്ങനെ ചെവി ചൂടാവുകയാണെങ്കിൽ ആരും പേടിക്കണ്ട, നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ 4 സൈനും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡൗട്ടായിട്ട് വന്നതായിരുന്നു. ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ 4 സൈനൊന്നും നിങ്ങൾക്ക് ഫീൽ ആകുന്നില്ല എങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. കാരണം ഒരാൾക്ക് ഫീൽ ആകുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ഫീൽ ആകുന്നത്. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. അതുകൊണ്ട് ഈ ഒരു സൈൻ 4 പറഞ്ഞത് ആയില്ല, അതായത് നിങ്ങൾക്ക് സെറ്റ് ആയില്ല എങ്കിൽ, നിങ്ങൾക്കൊന്നും ഫീൽ ആയിട്ടില്ല എങ്കിൽ വേറെ കുറേ അധികം സൈനുകളുണ്ട്. ആ ഒരു സൈൻ കൂടി എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.